ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ അങ്ങനെ അച്ചാറൊന്നും കഴിക്കാറില്ല. മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കുറച്ച് ചെമ്മീൻ അച്ചാറും കുറച്ച് നെല്ലിക്ക അച്ചാറുമാണ് ഇന്നത്തെ റെസിപ്പിയിലൂടെ കാണാൻ പോകുന്നത്. നല്ല രുചികരമായിട്ടുള്ള ഈ രണ്ട് അച്ചാറും എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെമ്മീൻ അച്ചാറുണ്ടാക്കാനായിട്ട് 1 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. 10-15 മിനിറ്റ് ഇതൊന്ന് പുരട്ടി വെച്ചാൽ ഉപ്പൊക്കെ ഇതിൽ പിടിക്കും. ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കാം. ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി വൃത്തിയാക്കിയെടുത്തതും ഒരു 4-5 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ വെച്ചാണെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. നല്ലതുപോലെ അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. നല്ലെണ്ണയും ടേസ്റ്റാണ്, എങ്കിലും എനിക്ക് അച്ചാറുണ്ടാക്കാൻ എപ്പോഴും ഇഷ്ടം കടുകെണ്ണയാണ്. കടുകെണ്ണയിലാണ് ഞാൻ കൂടുതലായിട്ടും അച്ചാറുണ്ടാക്കുന്നത്. കടുകെണ്ണയാണെങ്കിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് പ്രോൺസ് നേരത്തെ പുരട്ടി വെച്ചിരുന്നതാണ് അതിടാം. പെട്ടെന്ന് തന്നെ പ്രോൺസിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പ്രോൺസിന് അധികം നേരം വേവ് ഇല്ലല്ലോ. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രോൺസ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാം. പ്രോൺസ് അച്ചാറുണ്ടാക്കാനായിട്ട് ചെറിയ പ്രോൺസാണ് എപ്പോഴും കൂടുതൽ ടേസ്റ്റ്. വലിയ പ്രോൺസിന് അത്ര ടേസ്റ്റ് കാണുകയില്ല. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും ചെറിയ പ്രോൺസ് എടുക്കുക. അതും ചുമന്ന കളറിലുള്ള പ്രോൺസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നത്. കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. പെരുംജീരകം ചേർക്കുന്നത് നല്ലൊരു മണം കിട്ടാനായിട്ടാണ്. ഇതിൽ ചതച്ച് വച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറച്ചുകൂടി ആവശ്യമെന്ന് തോന്നിയാൽ ഒഴിക്കാം. ഞാൻ എണ്ണ തീരെ കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർക്കാനായിട്ട് മസാലയായിട്ട് 5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇത്രയുമാണ് ചേർത്ത് വഴറ്റിയത്. ഇതിൽ വിനീഗറാണ് ഒഴിക്കുന്നത്. ഇത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇതിന് പകരമായിട്ട് സിന്തറ്റിക് വിനീഗർ വേണമെങ്കിലും ചേർക്കാം. ഇത് 1/4 കപ്പ് ഞാൻ ആദ്യം ഒഴിക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർക്കും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ പ്രോൺസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ ഒരല്പം പുളി വേണമല്ലോ. അപ്പോൾ വിനീഗർ കുറവാണെങ്കിൽ കുറച്ച് വിനീഗർ കൂടി ചേർക്കാവുന്നതാണ്. എനിക്ക് വിനീഗർ ഇത്രയും മതിയായി. കുറച്ച് ഉപ്പ് മാത്രമാണ് വീണ്ടും ചേർത്തത്. ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് വീണ്ടും വെള്ളമൊക്കെ ഊറി വരും. ഇപ്പോൾ ഇത് അച്ചാർ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ എണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാൻ നോക്കുക. എണ്ണയും വിനീഗറൊക്കെ കുറവാണല്ലോ. അടുത്തതായിട്ട് നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക അച്ചാറിന് വേണ്ടി കുറച്ച് നെല്ലിക്ക നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. നെല്ലിക്ക പെട്ടെന്ന് വേകും. എന്നിട്ടിത് ഒരു അരിപ്പയിലൂടെ ഈ വെള്ളം അരിച്ചു മാറ്റിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഒരു ഉണങ്ങിയ തുണിയിലിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്. ഇഷ്ടംപോലെ നെല്ലിക്ക കിട്ടുന്നുണ്ട്. അതുപോലെ ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷേ നെല്ലിക്ക അച്ചാറായിട്ടുണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഉപ്പും എണ്ണയും ഒക്കെ ചേരുന്നതല്ലേ. നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ ഇതൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം. എന്നിട്ടിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാല ചേർക്കുമ്പോൾ ഈ അച്ചാറിന് നല്ല മണവും രുചിയുമായിരിക്കും. കടുകും പെരുംജീരകവും ഉലുവയും ഒക്കെ പൊട്ടിത്തുടങ്ങി. ഇതിനിയൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയും കൂടി ചേർക്കാറുണ്ട്. സാധാരണ കേരളത്തിന് പുറത്തുള്ളവരാണ് ഈ രീതിയിലുള്ള മസാല ഉണ്ടാക്കി അച്ചാറിൽ ചേർക്കുന്നത്. പാൻ ചൂടാക്കി 1/4 കപ്പ് കടുകെണ്ണ ഒഴിക്കാം. കടുകെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം 1/4 കപ്പ് ചതച്ചു വെച്ച വെളുത്തുള്ളി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള മസാലകൾ ചേർക്കുക. അല്ലെങ്കിൽ പൊടി മസാലകൾ ചൂടായ എണ്ണയിൽ ചേർത്താൽ കരിഞ്ഞു പോകും. 1/4 കപ്പ് വിനീഗർ കൂടി ചേർക്കാം. ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ 3 സ്പൂണോളം ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് നെല്ലിക്ക ചേർക്കാം. നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നേരത്തെ പൊടിച്ചു വെച്ച മസാലയും കൂടി ചേർക്കാം. ഇതിൽ പൊതുവേ ഞാൻ 2 അച്ചാറിലും മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തത്. 2 അച്ചാറിലും 1-2 ടീസ്പൂൺ മുളക് പൊടി കൂടുതൽ ചേർക്കാം. അതുപോലെ എണ്ണയും ഉപ്പുമെല്ലാം ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർക്കുക. എണ്ണയും ഉപ്പും ഒക്കെ കുറച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാർ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കൂടുതൽ കാലം കേടാകാതിരിക്കും. ഞാനതുപോലെ മാങ്ങയും നാരങ്ങയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, ഓണത്തിന് വേണ്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.